ദേശീയ അന്വേഷണ ഏജൻസി PFI ഭീകരർക്ക് വേണ്ടിയിട്ട് പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു PFI ഭീകരൻ നെടുമ്പാശ്ശേരിയിൽ കാല് കുത്തിയത് മാത്രം ഓർമ്മയുള്ളൂ. പൊക്കിയെടുത്തുകൊണ്ട് പോയി അന്വേഷണ ഏജൻസി. അപ്പോൾ ഇത്തരത്തിൽ പിടിയിലാകാനുള്ള 5ഓളം പേർ ഇനിയും ബാക്കിയുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ രാജ്യം വിട്ടു പോയിരിക്കുന്നു. ഈ രാജ്യം വിട്ടു പോകുന്ന ആളുകളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവര് വിചാരിക്കുന്നത് വിദേശത്ത് പോയി പാത്തിരുന്നു കൊണ്ട് ഫണ്ട് സംഭരിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് സ്ലീപ്പർ സെൽ വഴി പ്രവർത്തനം അങ്ങ് വ്യാപിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. വിദേശത്തുള്ള ഒരു ഭീകരനെയും ഇനി വിട്ടുകളയാനായിട്ട് കഴിയില്ല. അങ്ങനെ വിദേശത്തിരുന്നു കൊണ്ട് നിങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള കൃത്യമായ തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഈ 5 ഭീകരന്മാരെ കുറിച്ചും വിവരം കൊടുക്കുന്നവർക്ക് 7 ലക്ഷം രൂപയാണ് NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കും, ഇവർക്ക് 7 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, 7 ലക്ഷം രൂപയ്ക്ക് ആരാപ്പ ഇവരെ കുറിച്ചൊക്കെ വിവരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഞങ്ങളുടെ ആളുകളൊന്നും വിവരം കൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. കൃത്യമായിട്ട് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചുള്ള വിവരം അത് NIAയുടെ കൈകളിൽ എത്തിയിരിക്കും. അതിനുള്ള സോഴ്സ് ഒക്കെ അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടെന്നേ. അല്ലാതെ ഭീകരന്മാർക്ക് മാത്രമേ അടിത്തട്ടിൽ വരെ പ്രവർത്തിക്കാനുള്ള സോഴ്സ് ഉള്ളൂ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഭീകര പ്രവർത്തകരെ, ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്ക് തെറ്റി. അത് നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികൾക്കുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നീക്കങ്ങൾ നടത്താൻ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനും കെൽപ്പുണ്ട്. കെൽപ്പില്ലാത്ത സർക്കാർ ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ പോയ വർഷങ്ങളിലേക്ക് നോക്കിയാൽ, അതായത് മോദി സർക്കാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിലേക്ക് നോക്കിയാൽ മാത്രം മതി. കെൽപ്പില്ലാത്ത ഭരണകൂടം തലയ്ക്ക് മുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ എത്രത്തോളം ഭീകരവാദികളുടെ പിടിയിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്യുന്നവരുടെ കൈകളിലേക്ക്, അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഈ രാജ്യം പോകുന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ ഞെളിയാനോ അല്ലെങ്കിൽ കൂടുതൽ സംഗിണി എന്ന് പറയാനോ വരണ്ട. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ എന്തുകൊണ്ട് തിരിച്ചടിക്കാതിരുന്നു എന്നുള്ളതിൻ്റെ മറുപടി P. ചിദംബരം എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത് മാത്രം എടുത്ത് നോക്കിയാൽ മതിയാകും. ആർക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്, ഇവരൊക്കെ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയിരുന്നത് എന്നൊക്കെ. അപ്പോൾ 2022 ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞു പോയ ഈ 5 പേര് പിടിയിലാകാനുള്ളത്. ഈ 5 പേരുടെ പേര് പറവൂരുള്ള അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഒരാൾ, മറ്റൊരാളുടെ പേര് മുഹമ്മദ് മൻസൂർ, പാലക്കാടാണ്. പട്ടാമ്പിയിലുള്ള അബ്ദുൾ റഷീദ്, ആലങ്ങാടുള്ള അറാഫത്ത്, മറ്റൊരാൾ എടവനക്കാടുള്ള TA അയൂബ്. ഇവരൊക്കെ സാധാരണ ആളുകളുടെ ഒപ്പം ഇടപഴകി ജീവിച്ചിരുന്നവരാണ്. NIA ഇവിടെ വന്ന് എല്ലാത്തിൻ്റെയും മുക്കും മൂലയും ഒക്കെ ചികഞ്ഞ് പകുതി മുക്കാലോളം എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും എടുത്ത് തൂക്കി അകത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത് ഇവരൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ PFI എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയിലാണ്. അതായത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയിലാണ്. ഈ സംഘടനയിലേക്ക് ആളുകളെ കൊണ്ടുവരിക, അവർക്ക് ആയുധ പരിശീലനം അടക്കം നൽകുക, യോഗ, കായികമായിട്ടുള്ള കാര്യങ്ങൾ, യോഗ, ഈ പറയുന്ന സെഷനുകളുടെയൊക്കെ മറവില് രഹസ്യമായി ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നതായിട്ടുള്ള വിവരമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പറയുന്ന മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ഭീകരൻ പിടിയിലായത് അങ്ങനെയാണ്. അയാൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇതിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. വലിയ പുള്ളിയാ, സംഭവ. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആയുധ പരിശീലനം ഒക്കെ അങ്ങ് നൽകുക, അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക. എന്ത് വലിയ കാര്യമാണെന്നറിയാമോ? അപ്പോൾ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് കുറച്ചു പേർ നടക്കും. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണ്ടേ. ആർക്കാണ് ഇവിടെ ആരുടെ അവകാശങ്ങൾ ഹനിച്ചിട്ട് ആരെന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ജീവിച്ചു പോകാനുള്ള അവരുടെ ആചാരങ്ങളും മതവിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതില്ലാത്ത നാടുകളെ കുറിച്ച് ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആലോചിച്ച് നോക്കിയാൽ എണ്ണം എടുത്ത് പറയാൻ പറ്റും.
അവിടെ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അതിനെ തമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നൽകുന്ന എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അതിനെയും മറികടന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക, മതരാഷ്ട്രം ഉണ്ടാക്കുക. ഈ പിടിയിലായ ഭീകരൻ പറഞ്ഞത് 2047 ആകുമ്പോൾ മതരാഷ്ട്രം ഉണ്ടാക്കണം. അപ്പോ മതമാണ് എല്ലാം എന്ന് പറയുന്ന ആളുകളും ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള രാജ്യത്തിനെതിരെയുള്ള ഏതൊരു കമന്റ് വരുമ്പോൾ അതിനെ വലിയ കാര്യത്തിലുള്ള പുകഴ്ത്തിക്കൊണ്ട് കമന്റുകളും എന്താ പറയാ നിരന്തരം അതിനെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും സംസാരങ്ങളും ഒക്കെ വാക്തോരണികളും ഒക്കെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ ശ്രദ്ധിച്ചാൽ അവരുടെയൊക്കെ കൃത്യമായ അജണ്ട, അവർ ഏത് രീതിയിലുള്ള കാര്യത്തിനാണ് പിന്തുണ നൽകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സ്വാഭാവികമായ എന്താ പറയാ കഞ്ഞിയുടെ വെള്ളം കുടിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകും. അപ്പോൾ ഇതിനെ മൂടി വെച്ചുകൊണ്ട് ഇതിനെ തുറന്നു കാണിക്കുന്നവർക്കെതിരെ അവരെ ചാണകത്തിൽ വീണവരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? രാജ്യത്തൊരു അരാജകത്വം കൊണ്ടുവരുന്നതിനെയാണോ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മതരാഷ്ട്രം വരട്ടെ എന്ന് പറയുന്നതിനെയാണോ? ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ, എല്ലാ വിശ്വാസങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം ഉണ്ടായിരിക്കെ, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ, അത് പോരാ ഞങ്ങളുടെ മതമാണ് വലുത് എന്നും അതല്ലാത്തവരെല്ലാം കാഫിറാണ് എന്നും പറയുന്ന ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നവരെയെല്ലാം അവരെ സൂക്ഷിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നവരാണ് ഇപ്പോൾ ഈ പറയുന്ന 5 പേർ. അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നവരിലെ ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളും ഒക്കെ നടത്തി വന്നിരുന്നവരാണ് ഈ 5 പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകളുടെ ഈ 5 പേരുടെയും മൊയ്തീൻ കുട്ടിയുടെയും ചിത്രമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് NIA ചിത്രങ്ങളെല്ലാം പട്ടികയിൽപ്പെടുത്തി പുറത്തു വിടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് പാരിതോഷികം, ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അബ്ദുൾ വഹാബ്, അബ്ദുൾ റഷീദ്, ടി അയ്യൂബ് എന്നിവരെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് 7 ലക്ഷം രൂപ വീതവും മുഹമ്മദ് മൻസൂറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 3 ലക്ഷം രൂപയുമാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന സമയത്ത് വളാഞ്ചേരിയിൽ ആക്രിക്കട ബിസിനസ് നടത്തിയിരുന്ന ആളാണ് ഈ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്നവൻ. ഇവൻ ഈ സമയത്ത് അങ്ങ് കടന്നു കളഞ്ഞു UAE-യിലേക്ക്. നമുക്കറിയാം ഈ ഹമാസ് പോലുള്ള സംഘടനകളെ, ഈ പറയുന്ന ഭീകര സംഘടനകളുടെ നേതാക്കൾ പല രാജ്യങ്ങളിലേക്കുമൊക്കെ കടന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളുടെ കൺമുന്നിലൂടെയാണ് ഓടിപ്പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അത് അവിടെയാണല്ലോ, അവിടത്തെയല്ലേ, അപ്പൊ പിന്നെ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് നോവൂല. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തുള്ളവരാണ്, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച സംഘടനയാണ്, അതിനുകൊണ്ടാണ് അതിൽ നിരോധിക്കപ്പെട്ടത്. അതിൽ പ്രവർത്തിച്ചിരുന്നവർ ഇപ്പം പലതിൻ്റെയും മറ പറ്റിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് NIA ഇവിടെയുള്ള ഏജൻസികളെ ഒന്ന് അറിയിക്കാണ്ട് പറന്നിറങ്ങി ഈ വേണ്ട കാര്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നത്? ഭയങ്കര വിശ്വാസമാണ്. കേരളത്തിലുള്ളവരെയും കേരള പോലീസിനെയും ഭരണകൂടത്തെ എല്ലാത്തിനെയും ഭയങ്കര വിശ്വാസമായിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാതിരുന്നു. അപ്പോൾ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് NIA ഉൾപ്പെടെയുള്ള NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം ഇവിടെ വന്ന് ഒന്നും മിണ്ടാതെ ഈ പറയുന്ന ഭീകരന്മാരെ പൊക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭീകരന്മാരെ പിടികൂടാനാണ്. അങ്ങനെ ഇവിടെ രാജ്യം വിട്ടുപോയിട്ടുള്ള ഭീകരരെ പിടികൂടാനുള്ള നീക്കങ്ങളും വളരെ ത്വരിതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെയും പൂട്ടും, ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് എഴുതി വെക്കാം, ഇവന്മാരെയും പൂട്ടും. ഇവന്മാരെ എടുത്ത് ഇവിടെ പൂട്ടിയിടാനുള്ള സകല വഴികളും NIA ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവരവിടെയല്ലേ മനസ്സിലിങ്ങനെ ഒരു സന്തോഷം തോന്നല്ലേ, ഞങ്ങളെയൊക്കെ എങ്ങനെ പിടിക്കാനാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് നീയൊക്കെ ലോകത്തിൻ്റെ ഏത് മൂലക്കിരുന്നാലും പ്രാപ്തിയുള്ളവരാണ് ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന ഭരണകൂടവും അവരുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ ഏജൻസികളും. അതിനുള്ള വഴികളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീയൊക്കെ അധികം വൈകാതെ തന്നെ പൂട്ട് വീഴുമെന്ന് തന്നെ കരുതിയിരുന്നു.